പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു യാത്ര പോവാണ്. അതും ദൂരെ ഒരു സ്ഥലത്തേക്ക്. ഈ അൺഎക്സ്പെക്റ്റഡ് യാത്ര എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം ഒരു പ്രവാസിയാണ്. പ്രവാസിമാരുടെ ഭാര്യമാരെ സംബന്ധിച്ച് അവർ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള ലോങ് ട്രിപ്പാണെങ്കിലും ചെറിയ ട്രിപ്പാണെങ്കിലും പിന്നെ മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാവുക കേട്ടോ. രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല റെസ്റ്റോറൻറ്റ് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൈ വഴുക്കി ചായ അതിലേക്ക് വീണു കേട്ടോ. ഭാഗ്യത്തിന് അത് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് വീണിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ചമ്മലുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ ഇടയിലല്ലേ കൈ തട്ടിയിട്ട് അതിലേക്ക് വീണത്. പോട്ടെ സാരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ കൊച്ചി എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായില്ല. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങളവിടെ കാത്തിരിക്കേണ്ടി വന്നു. ഈ എയർപോർട്ട് ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ ചെറുപ്പത്തിലാണത് കണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ ഞാൻ എന്തെങ്കിലും പഠിച്ചിരുന്നു. കാരണം എനിക്ക് എയർപോർട്ട് ഭയങ്കര ഇഷ്ടമായി. ഒരു ചെറിയ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. എന്താ പറയുക, നല്ല കേരള തനിമയാർന്ന കലാരൂപങ്ങളാണ്. ഒരു പക്ഷേ കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോഴത്തേനും സമയം പോയതറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു വിമാനം വരുന്നു. എമിറേറ്റ്സ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇൻഡിഗോ പാസ് ചെയ്യണുണ്ട്. എന്തൊരു ഭംഗിയാണ് അത് വരുന്നതും പോണതും കാണാൻ. ഞാനത് കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഞാൻ ചുറ്റുമുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അതിൽ പലരും ഭയങ്കര വിഷമത്തോടെയാണ് ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്നത്. വീടും നാടും കുടുംബമൊക്കെ വിട്ടിട്ടല്ലേ അവർ ദൂരേക്ക് പോണത്. ആ സങ്കടം എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ട്രിപ്പ് പോണവരുടെ മുഖത്ത് മാത്രമാണ് ഒരു സന്തോഷം ഞാൻ കണ്ടത്. ഒരു പ്രവാസിയുടെ ഭാര്യ എന്ന നിലക്ക് ആ വേദന ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ വരുമ്പോഴുണ്ടാവുന്ന ഈ സന്തോഷ നിമിഷങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സന്തോഷത്തോടെ ഞാനിതൊക്കെ ആസ്വദിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ്. ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങി. കുറച്ച് ദൂരം ബസ്സിന് പോകണം, എന്നിട്ടാണ് ഫ്ലൈറ്റിൽ കയറുക. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, ഫ്ലൈ 91 ടു ലക്ഷദ്വീപ്. കയ്യിൽ മൊബൈലും ഓണാക്കി ഞാൻ അതിലേക്ക് കയറാൻ നടന്നു. മുന്നിൽ ജീത്തേട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോൺ പിടിച്ചിട്ട് നടക്കണത് അവിടെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കിത് ഒരു പക്ഷേ എന്നും കാണുന്ന ഒരു കാഴ്ചയാണ്. നമുക്കങ്ങനെയല്ലല്ലോ. കയറാൻ നേരത്ത് അപ്പുറത്ത് കൂടെ ഒരു ഇൻഡിഗോ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ കൈകാര്യം ചെയ്തത് ജീത്തേട്ടനായിരുന്നു കേട്ടോ. എന്നിട്ട് കയറാൻ നേരം ടിക്കറ്റ് കാണിച്ച് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ജീത്തേട്ടനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അരൂല് കിട്ടുകയാണെങ്കിൽ എനിക്ക് ആ സീറ്റ് തരണേന്ന്. പക്ഷേങ്കിൽ അരൂല് പോയിട്ട് ഒന്ന് അടുത്തിരിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ സീറ്റിലായിരുന്നു കിട്ടിയത്. അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള സമയമായി. അതിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വളരെ സ്പീഡിലുള്ള ഒരു ടേക്ക് ഓഫ്. മുകളിലെത്തിയപ്പോൾ താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നീണ്ട 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ വിചാരിച്ച സ്ഥലം എത്തിയിരിക്കുന്നു. അഗതിയിലാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക. വിൻഡോ സീറ്റിലൂടെ എനിക്ക് ഈ കാഴ്ച കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അടുത്തിരുന്നൊരു സഹോദരനാണ് എനിക്ക് ഈ വീഡിയോ എടുത്തുന്നത് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ ദ്വീപുകൾ, ചുറ്റോറും വെള്ള മണൽ, പിന്നെ നീല വെള്ളം. കടലിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിപ്പോഴാട്ടോ അറിയണേ. ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്നിൽ പോലും ഞാൻ ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാൻഡിങ്ങിന് സമയമായി. പതിയെ താഴോട്ട് അവിടെ തെങ്ങുകളൊക്കെ വ്യക്തമായിട്ട് കാണാനുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ, ചെറിയ വീടുകൾ. ലാൻഡിങ്ങിന് ശേഷം ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ കാറ് കയറി ആ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 2 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ കാറ് കയറി നേരെ റൂമിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു. ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വേഗം ഊണ് കഴിക്കാൻ പോയി. ഭക്ഷണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം നല്ല ഭക്ഷണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭക്ഷണത്തിന് ശേഷം കുറച്ച് നേരം വിശ്രമം. അതിനുശേഷം നല്ലൊരു ചായ, പിന്നെ കൂടെ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ആ ചായക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ആദ്യം പോയത് വെസ്റ്റേൺ തീരത്തേക്കായിരുന്നു. അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്.
അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് ആ സ്ഥലങ്ങളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഞാൻ എടുത്തു പറയണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു ലക്ഷദ്വീപ്. അപ്പോൾ ഇനി ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. പിന്നീട് ഞങ്ങൾ കാറ് കയറിയിട്ട് അടുത്തുള്ള ഈസ്റ്റേൺ തീരത്തേക്കായിരുന്നു പോയിരുന്നത്. പോകുന്നതൊക്കെ കടൽ തീരത്തേക്കാണെങ്കിലും അവിടെയുള്ള വ്യൂസൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നല്ല മഴക്കാറുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ അസ്തമയം കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു. തെങ്ങുകളൊക്കെ നന്നായി വീശുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നൂഡിൽസും ഒരു ചായയും കുടിച്ചു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഫുഡൊക്കെ കഴിച്ച് കടൽ തീരത്തൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ ഡേ ഫസ്റ്റ് ഇന്നത്തെ ദിവസം അവസാനിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.